ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുണീക്ക് ഫ്ലവേഴ്സ് വിത്ത് വിജി. അപ്പം നമുക്കിന്ന് ചോറിനും കഞ്ഞിക്കുമൊക്കെ സൈഡായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു തക്കാളി വെച്ചിട്ടുള്ള പൊടിച്ചമ്മന്തിയുടെ റെസിപ്പി നോക്കാവേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് ആദ്യം എണ്ണയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ച് അത് ചൂടാകുമ്പോഴേക്കും അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഒന്ന് വറുത്ത് കോരിയെടുക്കണേ. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കണം. മുളക് ഒരുപാട് കരിഞ്ഞു പോകാനായിട്ടൊന്നും പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം വറുത്ത് കോരിയെടുക്കാനായിട്ട്. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ബ്രൗൺ കളറാകുമ്പം അതും ഒന്ന് വറുത്ത് മാറ്റാം. ഇനി 1 ടീസ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് വറുത്ത് കോരണം. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഇടുമ്പോൾ നമ്മളൊന്ന് കീറിയിട്ടിടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എണ്ണ പൊട്ടിത്തെറിക്കും. അപ്പം അതും ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് ഒരു പിടി കറിവേപ്പിലയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പിഴുപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി നല്ലതുപോലെ ഒന്ന് എണ്ണയ്ക്കകത്ത് വാട്ടി ഒന്ന് കോരിയെടുക്കണം. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ നമ്മൾ വറുത്ത് കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് ചൂടാറി വരുമ്പം ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണേ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു മീഡിയം സൈസിലെ 2 തക്കാളിയും കൂടി വേണം. ഇത് രണ്ടും ചോപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ ഒരു 15 ചുള കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചത് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. ഇനിയിപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. അതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ തക്കാളി ഒന്ന് നല്ലതുപോലെ വഴണ്ടി വന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനൊരു കളറിനായിട്ട് ചേർക്കുന്നതാണ്. നമ്മൾ എരിവിനായിട്ട് വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ സ്പൈസസിൻ്റെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. തക്കാളിയും ഉള്ളിയും നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സ്പൈസസിൻ്റെ ആ ഒരു കൂട്ടും കൂടി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആവണം. ഇപ്പം നമ്മുടെ മസാലപ്പൊടികളും തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണേ. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഇപ്പോൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ കറിയുടെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. അത് കാരണം ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മുടെ തക്കാളി വെച്ചുള്ള പൊടിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞിക്കും ചോറിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്